ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നീതാസ് ടേസ്റ്റ്ലാൻഡ്. നമ്മളിപ്പോ നല്ല മഴയൊക്കെ എൻജോയ് ചെയ്ത് പോവല്ലേ. ഇന്നിപ്പോ കർക്കിടകം ഒന്നായി. അപ്പൊ ഇന്നൊരു വെജിറ്റേറിയൻ ഡിഷ് ആവട്ടെ എന്ന് വിചാരിച്ചു. വെജിറ്റേറിയൻ എന്ന് കംപ്ലീറ്റ് ആയിട്ട് പറയാമോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ഒരു നാടൻ റെസിപ്പിയാണ്. ഗരം മസാല പൗഡർ ആണ് ഇന്നത്തെ റെസിപ്പി. അത് വെജിറ്റേറിയൻ ആയിട്ടും യൂസ് ചെയ്യാം, നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിൽ യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാനിപ്പോ കുരുമുളക് ചേർത്തിട്ട് ഗരം മസാല ഉണ്ടാക്കാൻ പോകുന്നത്. അതപ്പോ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അത് താല്പര്യമുള്ള ആളുകൾക്ക് ചെയ്യാം. ഇല്ലാത്ത ആളുകൾക്ക് ആ കുരുമുളക് എന്നുള്ളത് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ട് ഗരം മസാല ഉണ്ടാക്കാം. പിന്നെ ഗരം മസാലയെ കുറിച്ച് പ്രത്യേകിച്ച് അധികം ഒന്നും പറയാനില്ല. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് നോൺ വെജ് കറികൾക്ക്, ഇപ്പോ നമ്മുടെ മീറ്റ് കറികൾക്കൊക്കെ ചെയ്യുമ്പോഴാണെങ്കിൽ കസ്കസ് യൂസ് ചെയ്യുക. കസ്കസ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ഞാനിപ്പോ ഗരം മസാല ഉണ്ടാക്കുമ്പോൾ കസ്കസ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കാണിച്ചു തരാം. നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കസ്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വൈറ്റ് കസ്കസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ളതെല്ലാം പ്രത്യേകിച്ച് സാധാരണ നമ്മളെല്ലാ മസാല പൗഡേഴ്സും ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഗരം മസാല ചേർക്കേണ്ട എല്ലാ കാര്യങ്ങളിലും യൂസ് ചെയ്യാൻ പറ്റിയതാണ്. അപ്പൊ കർക്കിടക കഞ്ഞി, മരുന്ന് കഞ്ഞിയൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ മരുന്ന് കഞ്ഞി ഉണ്ടാക്കാൻ രാവിലെ തന്നെ സമയമില്ല. അതുകൊണ്ട് നമുക്ക് അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിലായിട്ട് നമ്മുടെ മരുന്ന് കഞ്ഞി ഉണ്ടാക്കാം. അപ്പൊ എന്താന്ന് വെച്ചാൽ എപ്പോഴും നമ്മള് നേരത്തെ ഉണ്ടാക്കി വെക്കാൻ പറ്റിയൊരു കാര്യമല്ല മരുന്ന് കഞ്ഞി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കർക്കിടകം തുടങ്ങിയിട്ടേ നമ്മൾ ഉണ്ടാക്കുള്ളൂ. കർക്കിടകത്തിന് മരുന്നുകളൊക്കെ പറിച്ച് ആ 1-ാം തീയതി മുതലൊക്കെയാണ് കഴിച്ചു തുടങ്ങുന്നത്. അത് നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാം കേട്ടോ. 1-ാം തീയതി കഴിക്കണമെങ്കിൽ 1-ാം തീയതി കഴിക്കാം. അപ്പോ എല്ലാവർക്കും കർക്കിടകം ഒന്നായിട്ട്, ഇനിയിപ്പോ നമ്മുടെ മൊത്തത്തില് കർക്കിടകം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാലോ, മൊത്തത്തിലൊരു മോശമായ മാസം എന്നാണ് പറയുന്നത്. പൊതുവെ മോശമായ മാസമല്ല, ശരിക്കും നല്ലൊരു മാസം തന്നെയാണ് കർക്കിടകം. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, എന്നും രാവിലെ രാമായണം വായിക്കുന്നത് കേൾക്കുമ്പോൾ ഒരു എനർജി ഉള്ള ഒരു മാസമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ പണ്ട് മുതലേ പറഞ്ഞു വന്നിരുന്നത് കർക്കിടകം എന്ന് പറയുമ്പോൾ പഞ്ഞമാസം എന്ന് പറഞ്ഞത് അങ്ങനെ ആയി പോയതാണെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും നമുക്ക് കർക്കിടകത്തിൽ നിന്ന് വിട്ട് നമ്മുടെ ഗരം മസാലയിലേക്ക് വരാം. അപ്പോ ഗരം മസാല ഉണ്ടാക്കാൻ എന്റെ അടുത്ത് ആവശ്യപ്പെട്ടത് അനിതയാണ്. അപ്പൊ അനിത എന്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ച ചോദിച്ചതാണ്. എനിക്ക് ഇപ്പോഴേ സമയം കിട്ടിയുള്ളൂ. കഴിഞ്ഞ ദിവസം അനിത വീണ്ടും എന്റെ അടുത്ത് 2 പ്രാവശ്യം ചോദിച്ചു, എവിടെ ഗരം മസാലയുടെ റെസിപ്പി. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു 2-3 ദിവസത്തിനുള്ളിൽ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇപ്പോഴാണ് ടൈം കിട്ടിയത്. അപ്പൊ എന്തായാലും ഇത് ഇപ്പൊ അനിതയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ ഞാനിപ്പോ ഗരം മസാല ചെയ്യുമ്പോൾ കുറച്ച് കുരുമുളക് ചേർക്കുന്നുണ്ട്. കുരുമുളക് ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എന്താന്ന് വെച്ചാൽ എനിക്ക് കുരുമുളകിന്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. അതുപോലെ തന്നെ നമ്മൾ ഗരം മസാല പൗഡർ ചേർക്കുന്ന എല്ലാ റെസിപ്പീസിലും ഒരുവിധം ഒരു 99% റെസിപ്പീസിലെല്ലാം നമ്മൾ കുരുമുളക് പൊടി ആഡ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ ആ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഗരം മസാലയിലും കുറച്ച് കുരുമുളക് പൊടി ചേർക്കുകയാണെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചില റെസിപ്പീസിൽ ഇപ്പൊ നമ്മള് കുരുമുളക് പൊടി ചേർക്കുന്നില്ല, മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർക്കുന്നുള്ളെങ്കിലും ഗരം മസാലയിലുള്ള ചെറിയ എരിവുണ്ടല്ലോ കുരുമുളകിന്റെ, ഡ്രൈ റോസ്റ്റ് ചെയ്യുക, പൊടിച്ചെടുക്കുക, അത്രേ ഉള്ളൂ ഗരം മസാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇന്നിപ്പോ എന്റെ സൗണ്ട് അത്ര പെർഫെക്റ്റ് ഒന്നല്ല. മഴയും മഴക്കാലവും തണുപ്പൊക്കെ വന്നിട്ട് ഇത്തിരി തൊണ്ടവേദനയൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഗരം മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. ഗരം മസാല ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോ ഈ ഗരം മസാല റെഡിയാക്കുന്നത് നമ്മുടെ കടലക്കറി, ഗ്രീൻ പീസ് കറി, അതുപോലെ നമ്മൾ വെജിറ്റബിൾ കറികൾ വയ്ക്കുമ്പോൾ മുട്ടക്കറി, ഇങ്ങനെയുള്ള കറികൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഗരം മസാലയാണ് റെഡിയാക്കാൻ പോകുന്നത്. നമ്മളിപ്പോ മീറ്റ് കറികൾ, നോൺ വെജ് കറികളിൽ ചേർക്കാനായിട്ടുള്ള ഗരം മസാലയാണ് റെഡിയാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത്രയും ഇൻഗ്രീഡിയൻസിന്റെ കൂടെ നമ്മൾ അതുപോലെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും വൈറ്റ് കസ്കസ്. ഇതും കൂടി ഇതിന്റെ കൂടെ റോസ്റ്റ് ചെയ്തിട്ട് ചേർക്കുക. ഇതിപ്പോ ഞാൻ കസ്കസ് ചേർക്കുന്നില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ വെജിറ്റബിൾ കറി എന്ന് ഞാൻ പറഞ്ഞു, അതുപോലെ തന്നെ മുട്ടക്കറി, അങ്ങനെയുള്ള കറികളിൽ ചേർക്കുമ്പോൾ കസ്കസ് യൂസ് ചെയ്യാറില്ല. നമ്മുടെ ഗ്രേവിക്ക് തിക്നെസ് കൂട്ടാനും കൂടി ആയിട്ടാണ് നമ്മൾ കസ്കസ് ചേർക്കുന്നത്. ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ ഏലക്ക, അതായത് ഒരു 16 ഏലക്കയുണ്ട് 1/2 ടേബിൾ സ്പൂൺ ഏലക്ക എന്ന് പറയുമ്പോൾ. പിന്നെ ഉള്ളത് 3/4 ടേബിൾ സ്പൂൺ നമ്മുടെ ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ജാതിക്ക, ഈ ജാതിക്കയുടെ പകുതിയെ യൂസ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ 2 തക്കോലം, ഒരു ജാതിപത്രി, പിന്നെ എടുത്തിരിക്കുന്നത് ഒരു വലിയ പീസ് പട്ട, 1/4 ടീസ്പൂൺ കുരുമുളക്, 4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം. അപ്പോൾ ഓരോന്നിന്റെയും കുക്കിംഗ് ടൈമിൽ വ്യത്യാസം ഉള്ളതുകൊണ്ട് നമ്മളിത് ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് തന്നെ വറുത്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്തിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓരോന്നിന്റെയും കുക്കിംഗ് ടൈമിൽ വ്യത്യാസമുണ്ട്. ഓരോന്നും കുക്കാവുമ്പോൾ അതുപോലെ ടൈം വ്യത്യാസം വരുമ്പോൾ ചിലത് കരിഞ്ഞു പോകും, ചിലത് കുക്കാവില്ല. അതുപോലെ തന്നെ ഗരം മസാല ഡ്രൈ റോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഇരുമ്പിന്റെ ചട്ടിയിൽ ഡ്രൈ റോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പട്ടയുടെ പീസും അതുപോലെ ഈ തക്കോലത്തിന്റെ തുമ്പും ഒക്കെ നമ്മൾ നോൺ സ്റ്റിക് പാനിൽ റോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഉരഞ്ഞിട്ട് സ്ക്രാച്ച് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇരുമ്പിന്റെ ചട്ടിയിലാണ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാൻ നല്ലതെന്ന് പറഞ്ഞത്. ഇല്ലെങ്കിൽ സ്ക്രാച്ച് വീഴും. അപ്പൊ അത് ബുദ്ധിമുട്ടില്ലെങ്കിൽ അത് യൂസ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇരുമ്പിന്റെ ചട്ടി യൂസ് ചെയ്യാം.
കുരുമുളകാണ്, 1/4 ടീസ്പൂൺ കുരുമുളക്. അധികം കുരുമുളക് ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാ കറികളും ചെയ്യുമ്പോൾ കുരുമുളക് പൊടിയൊക്കെ ചേർക്കാറുണ്ട്. കുരുമുളകിന്റെ ആ ഒരു ടേസ്റ്റ് വന്നാൽ മതി. കുരുമുളക് ചേർക്കാതെയും ചെയ്യാം. പക്ഷെ കുരുമുളക് ചേർക്കുമ്പോൾ നമ്മുടെ ഗരം മസാലയ്ക്ക് ചെറിയൊരു എരിവ് കിട്ടും. വല്ലാതെ അങ്ങ് കൂടിപ്പോയ എരിവല്ല, ചെറിയ എരിവ്. പിന്നെ നമ്മൾ ഇറച്ചിക്കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഗരം മസാലയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുരുമുളകിന്റെ അളവ് കൂട്ടുക. ഇതിപ്പോ വെജിറ്റബിൾ കറി ആണെന്ന് ഞാൻ എടുത്തു പറഞ്ഞു, അതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ കുരുമുളക്. ഇല്ലെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചേർത്തിട്ട് പൊടിച്ചു വെക്കാം. അപ്പൊ കുരുമുളക് ഒന്ന് ചൂടായി പൊട്ടി വരണം. അപ്പൊ കൂടുതൽ റോസ്റ്റിംഗ് ടൈമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ആദ്യം ചേർക്കുന്നത്. ഇല്ലെങ്കിൽ എല്ലാം ചേർത്തിട്ട് ഇപ്പൊ നമ്മള് പെരിഞ്ജീരകമൊക്കെ ഇട്ട് ഉടനെ തന്നെ പെരിഞ്ജീരകം പൊട്ടും. അപ്പൊ നമ്മൾ അതിന്റെ കൂടെ തന്നെ കുരുമുളക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുരുമുളക് കറക്റ്റായിട്ട് പൊട്ടി വരില്ല, കറക്റ്റായിട്ട് ചൂടാവില്ല, ഒന്ന് ചെറുതായിട്ട് ചൂടാവുള്ളൂ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഗരം മസാല കറക്റ്റ് ആ ഒരു ഗരം മസാല ആവില്ല. അപ്പൊ നമ്മുടെ ഒരു കുരുമുളക് പൊട്ടിക്കഴിഞ്ഞത് കണ്ടോ, രണ്ടായിട്ട് വിട്ട് കിടക്കുന്നത്. ഇതുപോലെ കുരുമുളകൊക്കെ പൊട്ടി വരും. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നുള്ള ഒരു കാര്യം മാത്രമേ ഇതിൽ നോക്കാനുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ വേഗം തന്നെ കരിഞ്ഞ് പുകഞ്ഞൊക്കെ പോകും. അപ്പൊ നമ്മുടെ കുരുമുളക് പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ഏലക്ക ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ ഏലക്ക, അതായത് ഒരു 16 ഏലക്ക ഉണ്ട്. ഈ വലിപ്പത്തിലുള്ള 16 ഏലക്ക. ഏലക്കയിലൊക്കെ ലൈറ്റ് ആയിട്ടൊരു ബ്രൗൺ ഷെയ്ഡ് ഒന്ന് വന്നു തുടങ്ങിയാൽ മതി. ചട്ടി ചൂടായതുകൊണ്ട് തന്നെ വേഗം തന്നെ ഏലക്ക കുക്കാവും. ഇപ്പൊ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ഏലക്ക റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ചേർക്കുന്നത് പട്ടയാണ്. പട്ട ചേർക്കുമ്പോൾ ഒന്ന് ചെറുതാക്കിയിട്ട് ചേർക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം എടുക്കും പട്ട കുക്കായി വരാൻ. ചെറുതാക്കിയിട്ട് ചേർക്കുകയാണെങ്കിൽ വേഗം തന്നെ ആയി വരും. ഇത് ലോ ഫ്ലെയിമിലാണ് വെക്കുന്നത്. ഫ്ലെയിമിന്റെ കാര്യം നമ്മൾ കുരുമുളക് മാത്രമേ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുള്ളൂ. പട്ട ചേർക്കുമ്പോൾ നമ്മൾ ഏലക്ക ചേർത്തതുപോലെയല്ല, കുറച്ച് സെക്കൻഡ്സ് കൂടുതൽ എടുക്കും. കുരുമുളകിന്റെ അത്രയും സമയം എടുക്കില്ല, പക്ഷെ കുറച്ച് സമയം കൂടുതൽ എടുക്കും. ഏലക്കേക്കാൾ കൂടുതൽ സമയം എടുക്കും. പട്ടയിൽ നിന്നൊക്കെ നല്ലൊരു സ്മെല്ലിങ് വരും. അപ്പൊ നമുക്കത് മനസ്സിലാക്കാം പട്ട കുക്കായി എന്നുള്ളത്. എണ്ണ ചേർത്തിട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കരുത് കേട്ടോ, അത് മാത്രം ശ്രദ്ധിക്കുക. അപ്പൊ അവസാനം ഗരം മസാല പേസ്റ്റ് ആയി പോവും. പട്ട കറക്റ്റ് ആയി വന്നു. നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഗ്രാമ്പു ആണ്. 3/4 ടേബിൾ സ്പൂൺ ആണ് നമ്മൾ ഗ്രാമ്പു എടുത്തിട്ടുള്ളത്. ഗ്രാമ്പു പൊട്ടി തുടങ്ങുന്നുണ്ട്. മുഴുവൻ ഗ്രാമ്പു പൊട്ടി കഴിയാൻ വേണ്ടി നമ്മൾ നിൽക്കണ്ട. 2-3 എണ്ണം പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഴുവൻ ഗ്രാമ്പു പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാമ്പു വേഗം തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ 2-3 എണ്ണം പൊട്ടുമ്പോൾ നമുക്കറിയാം അത് കറക്റ്റായിട്ട് ചൂടായി വന്നിട്ടുണ്ടെന്ന്. ഇതുണ്ട്, ഗ്രാമ്പുവിന്റെ വലിപ്പമൊക്കെ വ്യത്യാസം വന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് തക്കോലം. തക്കോലം ചേർക്കുമ്പോൾ ഒന്ന് അടർത്തിയിട്ട് ചേർക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് റോസ്റ്റ് ചെയ്യാൻ എളുപ്പമുണ്ടാവും. വേഗം തന്നെ റോസ്റ്റ് ആയി കിട്ടും. നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് റോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. കിച്ചൺ മുഴുവൻ നല്ല സ്മെല്ലായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ നല്ലൊരു അരോമയായിരിക്കും ഗരം മസാലയുടെ. ഇപ്പൊ തക്കോലവും കുക്കായി കഴിഞ്ഞു. ഇനി നമ്മൾ എടുക്കുന്നത് ഒരു ജാതിക്കയാണ്. ഈ ജാതിക്കയുടെ പകുതി മതി. ജാതിക്ക കൂടുതലായിട്ട് ചേർക്കുകയാണെങ്കിൽ ജാതിക്കയുടെ ടേസ്റ്റ് കൂടുതലായിട്ട് ഇഷ്ടമുള്ള ആളുകൾക്ക് ചേർക്കാം. പക്ഷെ എനിക്ക് ജാതിക്കയുടെ ടേസ്റ്റ് അത്ര കൂടുതൽ ഇഷ്ടമല്ല. ഇതിപ്പോ കറക്റ്റ് ആയിട്ടുള്ള ഒരു അളവാണ് ഞാൻ പകുതി എന്ന് പറഞ്ഞത്. അല്ലാതെ അങ്ങ് കൂടിപ്പോണ്ടെങ്കിൽ ജാതിക്കയുടെ കുത്തലായിരിക്കും. ജാതിക്ക ഒന്ന് ചെറുതായിട്ട് ചൂടായി വന്നാൽ മതി. അധികം സമയമൊന്നുമില്ല, വേഗം തന്നെ ആയി കിട്ടും. അടുത്തത് നമ്മുടെ ജാതിപത്രി. ഇതും കൈ ഉപയോഗിച്ചൊന്നും ഇങ്ങനെ കട്ട് ചെയ്തിടുക. ഇതിപ്പോ നല്ല ഭംഗിയുള്ള കളറിൽ സാധാരണ കിട്ടാറുണ്ട്. എനിക്ക് കിട്ടിയതിപ്പോ നല്ല റെഡ് ഷെയ്ഡ് അല്ല. അപ്പൊ റെഡ് ഷെയ്ഡ് ആണെങ്കിൽ കാണാൻ കൂടുതൽ ഭംഗി ഉണ്ടാവും. ഇതൊക്കെ വേഗം തന്നെ ആയി കിട്ടും കേട്ടോ. ചട്ടിയുടെ ചൂടിലേക്ക് ഇടുമ്പോൾ തന്നെ റെഡിയാവുന്ന കാര്യങ്ങളാണ് ജാതിക്കയും ജാതിപത്രിയും ഒക്കെ. ചെറിയ ചെറിയ പൊടികളൊക്കെ ഉണ്ട്, ജാതിക്കയുടെ ഒക്കെ പൊടികളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ പെരിഞ്ജീരകം. 4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകമാണ് എടുത്തിട്ടുള്ളത്. പെരിഞ്ജീരകത്തിന്റെ ടേസ്റ്റ് നമുക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാനിപ്പോൾ ഇത് കൃത്യമായിട്ടുള്ള ഒരു അളവാണ് പറഞ്ഞത്. അപ്പൊ ഇതിൽ നിന്ന് കൂടുതൽ ചേർക്കണമെങ്കിൽ കൂടുതൽ ചേർക്കാം. പെരിഞ്ജീരകം ഇട്ട് ഉടനെ തന്നെ പൊട്ടി തുടങ്ങും. പെരിഞ്ജീരകം പൊട്ടുന്ന സൗണ്ട് കേട്ടില്ലേ? വേഗം തന്നെ പെരിഞ്ജീരകം പൊട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസും ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്. ഇല്ലാന്നുണ്ടെങ്കിൽ പലതും കരിഞ്ഞു പോകും, പലതിന്റെ കുക്കിംഗ് കറക്റ്റ് ആവില്ല എന്ന് പറഞ്ഞിരുന്നു. പെരിഞ്ജീരകമൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇട്ട ഉടനെ തന്നെ കരിഞ്ഞു പോകുന്നതാണ്. അപ്പൊ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ പെരിഞ്ജീരകം പൊട്ടുന്നുണ്ട്. നമുക്കിത് വേഗം തന്നെ ചട്ടിയിൽ നിന്ന് മാറ്റാം. നമ്മൾ നമ്മുടെ മസാലകളെല്ലാം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തു. നന്നായിട്ട് ചൂട് മാറി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ചൂട് മാറിയതിന് ശേഷം മാത്രം നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പൊ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത നമ്മുടെ മസാലകളെല്ലാം
മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്. ഒട്ടും തന്നെ വെള്ളമില്ലാതെ നന്നായിട്ട് തുടച്ചുണക്കിയ ജാറിൽ വേണം നമ്മൾ മസാല പൊടിച്ചെടുക്കാൻ. വെള്ളം ഒട്ടും ഉണ്ടാവാൻ പാടില്ല, അതെപ്പോഴും ശ്രദ്ധിക്കണം. ഞാനിത് പൊടിച്ചെടുത്തിട്ട് വരട്ടെ. അപ്പൊ നമ്മൾ നമ്മുടെ മസാലപ്പൊടി പൊടിച്ചെടുത്തു. അപ്പൊ ഇതിൽ ചെറിയ തരികളുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏലക്കയുടെ തൊലിയൊക്കെ പൊടിഞ്ഞു വന്നിട്ട് ചെറിയ തരികളുണ്ട്. അത് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ മസാലപ്പൊടി ആകുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇനിയിപ്പോ ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് അരിച്ചെടുക്കുക. ഞാനിപ്പോ അരിച്ചൊന്നും എടുക്കാറില്ല, ഞാൻ ഇതുപോലെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഏലക്കയുടെ തൊലി ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ മാത്രം അരിച്ചെടുത്താൽ മതി. ഇപ്പൊ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഞാനിപ്പോ ജസ്റ്റ് വീഡിയോ ഒരു 2-3 ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ബൗളിലേക്ക് മാറ്റുന്നത്. ഞാൻ എന്താ ഇതുപോലൊരു പാത്രം കഴുകി തുടച്ച് ഉണക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്കാണ് ഞാൻ എപ്പോഴും എടുത്തു വെക്കാറുള്ളത്. നമ്മുടെ ബിരിയാണി മസാല ആണെങ്കിലും എല്ലാ മസാലകളും റെഡിയാക്കിയിട്ട് ഇതുപോലെയുള്ള എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ എടുത്ത് അടച്ചു വെക്കും. അങ്ങനെയാകുമ്പോൾ കുറെ നാള് ചീത്തയായി പോകാതിരിക്കും. ഇപ്പൊ എന്തായാലും ഒരു 6 മാസത്തേക്ക് ചീത്തയായി പോവില്ല. പക്ഷെ 6 മാസത്തേക്കുള്ള ക്വാണ്ടിറ്റി നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല, നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ 6 മാസം വരെ ചീത്തയായി പോവാതിരിക്കും. 6 മാസത്തിൽ കൂടുതലുള്ള കാര്യം എനിക്ക് അറിയില്ല, എന്താണെന്ന് വെച്ചാൽ കൂടുതൽ വെച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ അതിന് മുന്നേ ഇതിപ്പോ നമുക്ക് 1 മാസത്തേക്കൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതാ നമ്മൾ മസാലപ്പൊടി കംപ്ലീറ്റ് ആയിട്ട് മാറ്റി. ഇതിപ്പോ ഫോട്ടോ എടുത്തു കഴിയുമ്പോൾ ഞാൻ ഇതുപോലത്തെ ടിന്നിലേക്ക് ആക്കി വെക്കും. എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ എടുത്തു വെക്കുക. അതുപോലെ തന്നെ ഒട്ടും തന്നെ വെള്ളം നമ്മൾ ഈ എടുത്തു വെക്കുന്ന കണ്ടെയ്നറിൽ ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് കഴുകിയതിന് ശേഷം തുടച്ച് ഉണക്കിയെടുക്കുക. വെയിലുള്ള സമയത്താണെങ്കിൽ നമ്മൾ വെയിലത്ത് വെച്ചൊന്ന് ചൂടാക്കി എടുക്കുക ഇതുപോലെയുള്ള കണ്ടെയ്നേഴ്സ്. നമുക്കിനി ഫോട്ടോ എടുത്തതിന് ശേഷം ബാക്കി കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഗരം മസാലപ്പൊടി വീട്ടിൽ ഉണ്ടാക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. എന്റെ സൗണ്ട് അത്ര പെർഫെക്റ്റ് അല്ല, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നമുക്ക് നമ്മുടെ അടുത്ത ഡിഷുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.